റെയിൻബോ ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ ബൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. മറ്റേ ഇപ്പോഴത്തെ മോഡൽ ബൊക്കെയൊക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പം ഞാൻ പണ്ടത്തെയൊക്കെ മണവാട്ടിമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായത് നമ്മുടെ അമ്മമാരുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തരം ബൊക്കെയാണ്. അതായത് ഈ ഒരു ബൊക്കെ ഉണ്ടാക്കുന്ന എവർഗ്രീൻ്റെ ഇല കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ബൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ അതിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഇന്നിവിടെ ഈ ബൊക്കെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഇവിടെ കുറച്ച് ചെമ്പ് കമ്പി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റിബണാണ്. പിന്നെ പ്രധാന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവർഗ്രീൻ്റെ ഇലയാണ്. അപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് കുറേ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസമായി ഞാൻ ഇവിടെ ബൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ട് ഇതിപ്പോൾ ചെറുതായിട്ടൊക്കെ പൊഴിയാൻ തുടങ്ങി. പിന്നെ അതിന് ഈ ബൊക്കയ്ക്ക് ശരിക്കും എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ഐഡിയ വെച്ച് ഞാൻ ഉണ്ടാക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആൻറ്റിമാരും അമ്മായിയൊക്കെ അവരുടെയൊക്കെ കല്യാണത്തിനൊക്കെ ബൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഡെക്കറേഷനായിട്ട്, അതായത് അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും ശരിക്കും അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് ഒട്ടിക്കാനായിട്ട് കുറച്ച് ഇങ്ങനത്തെ കുറച്ച് സീക്വൻസും പിന്നെ പശ, ഇത് ഏത് പശ ഒട്ടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മറ്റേ സ്റ്റോണൊക്കെ ഒട്ടിക്കുന്ന സൈസ് പശയുണ്ട്, പിന്നെ ഫെവിക്കോളുണ്ട്, അങ്ങനെ കുറച്ച്. പിന്നെ മെയിനായിട്ടും ഒരു കമ്പ് വേണം കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിയായിട്ട്, ഈ ബൊക്കയുടെ പിടിയായിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഇന്ന് ഈ ഒരു പിടിയിലേക്ക് ഞാൻ ഈ കമ്പിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകും. അതായത് പിടിയുടെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നമ്മുടെ ഇറക്കം എന്തോരാണോ വേണ്ടിയത് അങ്ങനെ ആയിരിക്കും അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, എനിക്കറിയത്തില്ല. പിന്നെ ഇത് ഇറക്കം എന്തോരാണോ വേണ്ടിയത് പൊക്കം നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഈ കമ്പി ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പിടിയിലേക്ക് ആദ്യത്തെ ഒരു പീസ് വെച്ചു. പിന്നെ രണ്ടാമത്തെ കമ്പി ഇപ്പുറത്ത് കൊടുത്തു. മൂന്നാമത്തെ കമ്പി അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ കൊടുത്തു. ഈ കമ്പിൻ്റെ ഒരുപോലെയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് കമ്പി. 4ാമത്തെ കമ്പി ഇപ്പുറത്തെ ഒരു സൈഡിലും കൊടുത്തു. 5ാമത്തത് ഇപ്പുറത്തും. അതായത് ആദ്യമേ കൊടുത്ത കമ്പിക്ക് കുറച്ച് നീട്ടക്കൂടുതലുണ്ട്. രണ്ടാമത് വരുന്നത് അതിനെക്കഴിഞ്ഞും ചെറിയ കമ്പിയാണ്. അപ്പോൾ അതിന് രണ്ടും സെയിം വലിപ്പമാണ്. പിന്നെ മൂന്നാമത് വരുന്ന കമ്പിക്ക് അതിനെക്കഴിഞ്ഞും വലിപ്പക്കുറവാണ്. അപ്പം അത് 2 പീസ്. അപ്പോൾ അപ്പുറം ഇപ്പുറം കൊടുക്കത്തക്ക രീതിയിൽ ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ നൂൽക്കമ്പി ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ. ചെമ്പ് കമ്പിയാണ് ഞാനിത് എടുത്തേക്കുന്നത്. അത് വെച്ചിത് എങ്ങനെ ഒന്ന് വട്ടം കെട്ടി കൊടുക്കുക. ഈ 2ാമത്തെ കമ്പി ഇത് ചെറിയ ചെമ്പ് കമ്പി മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ 2ാമത്തെ കമ്പി ഞാൻ ഇവിടെയും വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കുവാണ്. ഈ അറ്റത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുവാണ്. കണ്ടോ? എന്നിട്ട് ഞാനിത് നീളത്തിനനുസരിച്ച് ഏറ്റവും നീളം കൂടിയ കമ്പി എടുത്ത് ഈ സെൻറ്ററിലേക്ക് കൊടുക്കും. പിന്നെ 2ാമത് വരുന്ന കമ്പി 2 സൈഡിലുമായിട്ട് കൊടുക്കുക. 3ാമത്തെ അതിനെക്കഴിഞ്ഞ് നീളം കുറഞ്ഞ കമ്പി ഇങ്ങനെ സൈഡിൽ ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വരും കമ്പികൾ ഇങ്ങനെ. ഞാൻ ഇത് കൊടുത്ത് ഞാൻ ഇതിന് ഇവിടെ ഒന്ന് വെക്കുവാണ്. ഐഡിയയിലാണോ ചെയ്യുന്നത് എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് അങ്ങോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 2 കമ്പിയാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ള കമ്പി തന്നെ എടുത്തേക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ഒരു വഴവഴാന്ന് കിടക്കും. അപ്പം ഞാൻ അതിന് വേണ്ടി അങ്ങനെ 2 കമ്പി ഇട്ട് ചെയ്യുക കേട്ടോ. മറ്റേ സൈസ് കെട്ടുകമ്പി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ബലം കിട്ടിയാനായിരുന്നു. ഈ എവർഗ്രീൻ്റെ ബൊക്കെ ശരിക്കും ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഒന്ന്
കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതേ ഇത് ഇങ്ങനെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും നീളം കുറഞ്ഞത്. അതിനെക്കഴിഞ്ഞ് നീട്ടം കൂടിയ കമ്പി ദേ ഇത്. പിന്നെ നടുക്ക് വരുന്ന കമ്പിയാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിലത്തെ ഈ 2 കമ്പി എടുത്തത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിയെടുക്കുവാണേ. എന്നിട്ട് ഈ സെൻറ്ററിലെ കമ്പി എടുത്ത് കുറച്ച് ഈ തുമ്പറ്റം വെച്ച് 2ആയിട്ട് എടുക്കും. നടുക്കത്തെ കമ്പി 2ആയിട്ട് ഞാൻ എടുത്തിട്ട് ഒരു കമ്പി ഞാൻ മുമ്പേ കെട്ടിക്കൊടുത്ത കമ്പിയുടെ സൈഡിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുവാണ്. അതിന് ബലത്തിന് ഒന്ന് നിൽക്കാനായിട്ട് വേണ്ടി മാത്രം കേട്ടോ. ഇങ്ങനെ കാണാമോന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തു. അതുപോലെ ഇപ്പോൾ 2ആയിട്ട് എടുത്ത കമ്പിയുടെ തൊട്ടിപ്പുറത്തെ കമ്പി അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. നടുക്ക് ഇപ്പോൾ ഒരു കമ്പി ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ടല്ലോ, ഇപ്പുറത്തെ വശത്തേക്ക് കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പീസ് എടുത്ത് ഇപ്പോൾ ഈ കെട്ടിക്കൊടുത്ത കമ്പിയിലേക്ക് ഒന്ന് ചേർത്ത് ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതേ കമ്പി ഏകദേശം ഈ രൂപത്തിലാക്കിയെടുത്തു. കമ്പിയെ കണ്ടോ, ഈ രൂപത്തിലാക്കിയെടുത്തു. ഇനി ഇതിലേക്ക് ഇല ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. കമ്പി അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കയ്യിലൊക്കെ കുത്തി കയറുന്നുണ്ട്. ഏകദേശം ഇത് എൻ്റെ ഒരു ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൈ പിടിക്കാവുന്ന അത്രയും വലിപ്പത്തിലുള്ള ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അത്രയും. അപ്പോൾ അടുത്തത് ഈ പിടിയയിലേക്ക് ഞാൻ ഈ ഗോൾഡ് റിബൺ ഒന്ന് ചുറ്റാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ വെട്ടക്കുറവ് കാണുമായിരിക്കും കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴക്കാറുണ്ട്. ഞാനിപ്പം വീടിൻ്റെ അകത്തിരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഈ പിടിയയിലേക്ക് ഈ ഒരു ഗോൾഡ് റിബൺ ചുറ്റി ഇങ്ങനെ പിടിയുടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനിവിടെ ഇല സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ നീളമുള്ള ഇല നോക്കിയാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ കമ്പിയിലേക്ക് ആദ്യത്തെ നീളമുള്ള ഇല എടുത്തു. അത് ഞാൻ ഈ നടുക്കത്തെ കമ്പിയിലേക്ക് ഇങ്ങനെ വെച്ചൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ നൂൽക്കമ്പി ഉപയോഗിച്ചാണ് ഇതൊന്ന് കെട്ടിക്കൊടുക്കുന്നത് ഈ കമ്പിയിലേക്ക്. ഞാൻ നേരത്തെ ചെയ്ത ഒരു ബൊക്ക അത് നൂല് വെച്ചാണ് ഞാനിങ്ങനെ കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കമ്പി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാനൊരു നീട്ടമുള്ള ഇല അതിൻ്റെ താഴെയായിട്ട് വെച്ച് ഇങ്ങനെ അതിനോട് ചേർത്ത് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഇല ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മേളി വെച്ച് ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും ഒത്തിരി എന്നിട്ട് വിരിഞ്ഞ് കിടക്കാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് കണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടിഭാഗത്തു നിന്നാണ് ഞാൻ സെറ്റ് ചെയ്ത് തുടങ്ങുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മേളിലാകുമ്പോൾ നമുക്കതനുസരിച്ച് ചെയ്ത് വിടാം. ഏറ്റവും നടുക്ക് പോകുന്ന ഇലയ്ക്ക് കുറച്ച് ഒരു നീട്ടക്കൂടുതൽ ഇട്ടേക്കണം കേട്ടോ. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഇങ്ങനത്തെ മോഡൽ ബൊക്കെയൊന്നും ഇല്ല. ഞാൻ പിന്നെ നമുക്ക് ഒരു ഓർമ്മ മാത്രം. ഇപ്പോൾ എല്ലാം റോസാപ്പൂ കൊണ്ടുള്ള ബൊക്കകളാണ് വരുന്നത്. അതായത് പല മോഡലിൽ അങ്ങനെ ഉണ്ടാക്കാം. അത് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ഇത്ര സെറ്റായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉള്ള എല്ലാം കൂടെ കൂടി ഒന്ന് സെറ്റ് ചെയ്തേക്കാമെന്ന് വെച്ചാൽ ഇരിക്കുന്നു. ബാക്കി എൻ്റെ ഹോളൊന്നും കാണാത്ത രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ നൂൽക്കമ്പി ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ ഇങ്ങനെ നൂല് വെച്ചായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് ഭയങ്കര പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഇതാവുകയാണെങ്കിൽ കോർത്ത് ഇട്ടാൽ മതി. പക്ഷേ കയ്യിൽ കൊണ്ടുകയറാൻ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് ഞാൻ നോക്കുന്നത്.
മടുത്ത് കുറച്ച് നേരമായി പണി തുടങ്ങിയിട്ട് കേട്ടോ. ഇനി കുറേ കൂടി ഉണ്ട്. ഇനിയാണ് പണി കിടക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട്. ഇതാക്കിയിട്ടുണ്ട്. മുഴുവനായിട്ട് കാണിക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ഒന്ന് ഈ ഇല വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ. 2 ദിവസമായി ഈ ഇല പറിച്ച് വെച്ചിട്ട്. അപ്പോൾ ഒരു ശകലം മഞ്ഞ കളറായിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇതിൻ്റെ ഈ നാര് പോലത്തെ ഈ ഇലയൊക്കെ ഈ തരി പോലത്തെ സാധനമൊക്കെ ഇങ്ങനെ പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് യൂട്യൂബിനകത്തൊക്കെ കുറേ നോക്കിയായിരുന്നു. ഇത് ഇങ്ങനത്തെ ബൊക്കെ ഉണ്ടോയെന്ന് നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ ഒരെണ്ണം പോലും കണ്ടില്ല കേട്ടോ. അങ്ങനത്തെ ബൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ സാധാരണ ഇപ്പോഴത്തെ മോഡൽ ബൊക്കയുടെ ഒക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ ചെടി നടുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. ഇതിന് ഈ ഇലയ്ക്ക് വേറൊരു പേര് കൂടെ പറയും കേട്ടോ. ഞാനത് മറന്നുപോയത് എന്നാണ്. ചെറിയ നൂൽക്കമ്പി ആയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടാണ് ഇത് കിട്ടുന്നത്. എനിക്ക് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇപ്പോഴത്തെ മോഡല് ബൊക്കെ കഴിഞ്ഞ് നല്ല എളുപ്പമാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം ഏകദേശം ഇവിടെ ബൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചേർത്തി കാണിക്കാം. ഇപ്പം ഇത് ഇച്ചിരി കുറച്ച് ഒരു എന്നാ പറഞ്ഞ വീതി നീളമൊക്കെ ഇതിൻ്റെ കൂടിപ്പോയി കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ മേശപ്പുറത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു ലെവല് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ അതുകൊണ്ട് ഈ സൈഡും പിന്നെ ഈ മേളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് ലെവലാക്കി വിടാൻ പോവുകയാണ്. അപ്പം കുറച്ചിങ്ങനെ ഇത് കുറച്ചൊക്കെ കണ്ടിച്ച് കളയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു അഭംഗിയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ലെവൽ ചെയ്ത് വിടാൻ പോവാം. ഇത് ശരിക്കും നല്ല പരന്ന ഇല കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിട്ടൊന്നുകൂടെ സെറ്റ് ചെയ്ത് വെക്കാമായിരുന്നു. ഇപ്പം ഇത് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇച്ചിരി വളമൊക്കെ ഉള്ള സൈസ് ഇലകളാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ നേരെ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം കുറച്ചൊക്കെ ഇലകളേ ഉള്ളൂ എനിക്ക്. അത് ചെറിയ ഇലകളാണ് കിട്ടിയേക്കുന്നത്, നേരെ ലെവലായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മേളിൽ കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അതനുസരിച്ചുള്ള വളവുകളും കാര്യങ്ങളൊക്കെ ഈ ബൊക്കയിലുണ്ടാവും. അപ്പോൾ ഏകദേശം ലെവൽ ചെയ്തു. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. ഇത്ര ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരുവാണ്. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ സൈഡിലത്തെ ആ ഒരു ഇലയൊക്കെ തെറിച്ച് നിൽക്കുന്ന ആ ഒരു ഭംഗി ഇപ്പം ഇച്ചിരി കുറവാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വിചാരിച്ചേക്കഴിഞ്ഞ് ഇച്ചിരി കുറച്ച് വലിപ്പം കൂടുതലായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഷേപ്പ് കിട്ടാനായിട്ടാണ് ഈ സൈഡും ഈ 2 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ മേളിൽ ഇങ്ങനെ ഒത്തിരി പൊങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ അങ്ങോട്ട് ലെവൽ ചെയ്ത് വിടുന്നത്. ആ ലെവൽ ചെയ്ത് വിട്ടില്ലെങ്കിൽ നമുക്ക് ആ മറ്റേ ഗിൽറ്റൊക്കെ ഒട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി കാണത്തില്ല. അപ്പോൾ ഇല ഇങ്ങനെ തെറിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് വിടുന്നത്. എൻ്റെ പൊക്കുണ്ട് ഗെയ്സ്. കുഞ്ഞാറ്റയുടെ ഏകദേശം പൊക്കമൊക്കെ വരും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഇവിടെ ഈ സീക്വൻസ് ഒരു എത്ര സൈസില്ല 3 സൈസിലെ സീക്വൻസ് ഉണ്ട്. അതിപ്പോൾ ഇങ്ങോട്ടൊന്ന് ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഈ സ്റ്റോൺ ഒട്ടിക്കുന്ന ഈ ഗമ്മ് വെച്ചാണ് സീക്വൻസ് ഒട്ടിക്കുന്നത്.
ഒട്ടിച്ചോടി. പല മുത്തുകളുണ്ട്. ഇപ്പം ഞാൻ ബൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു. അതായത് ഞാൻ 3 സൈസിലുള്ളത് സീക്വൻസാണ് മേടിച്ചേക്കുന്നത്. 3 തരത്തിലുള്ള സീക്വൻസാണ് മേടിച്ചേക്കുന്നത്. അതിങ്ങനെ പശ വെച്ചെല്ലാം ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിള്ളേരും കൂടെ കൂടിയാണ് കേട്ടോ സെറ്റ് ചെയ്ത് തന്നത് ഇത്. പിന്നെ ഈ ഒരു മോഡലിലാണ് പണ്ടത്തെ ബൊക്കെ വരുന്നത്. അതായത് എവർഗ്രീൻ ബൊക്കെ വരുന്നത്. ഈ ഒരു മോഡലാണ് മാത്രമുള്ള ആ മോഡൽ ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഏകദേശമൊക്കെ. ഇതിപ്പോൾ അവിടെ ഇവിടെ എല്ലാം കമ്പി അതും ഇതൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇത്രയും വലിപ്പം സാധാരണ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ പിടിക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ ഇത്രയായിട്ട് നിൽക്കുവാണ് ഈ ബൊക്കെ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവരോടും ബൈ.